ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഏറ്റവും വിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഋതുവിനെയും അച്ചുവിനെയാണ്. അപ്പോൾ അച്ചു ഋതുവിനെ ഇങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഭയങ്കര സങ്കടത്തിൽ ആൾക്ക് ഭയങ്കര അതെ ഇച്ചിരി സ്നേഹമോ പരിഗണനയോ ഒക്കെ എനിക്ക് വന്നാൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം തന്നെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകിപ്പോകും എന്നൊക്കെ പറഞ്ഞ് ആള് ഭയങ്കര സെന്റിമെന്റലായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. സാരമില്ല, ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് അച്ചു ഇങ്ങനെ കൊടുക്കുകയാണ്, വാരി വാരി കൊടുക്കുകയാണ്. അപ്പൊ ആള് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഋതുവിന്റെ ഫോണിലേക്ക് കോള് വരികയാണ്. അപ്പൊ വേഗം തന്നെ ആരാ എന്ന് ചോദിച്ചു. പാർവതിയാ എന്ന് പറഞ്ഞു വേഗം ഫോൺ എടുത്തു. ഹലോ പാർവതി, ചേച്ചി ഇത് എവിടെയാ? ഞാൻ എവിടെ പോവാനാ, ഈ പൊന്നുമടത്തിലുണ്ട്. ചേച്ചി ഇന്ദ്രപ്രസ്ഥം വരെ ഒന്ന് വരണം. എന്തിനാ? ആ സ്ത്രീ പിന്നെയും പോരു തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുക. അല്ലെന്നേ ചേച്ചി ഇങ്ങോട്ട് ക്ഷണിക്കാൻ പറഞ്ഞിരിക്കുക ഇവിടുത്തെ അമ്മ. ഞാനില്ല പാറു, എനിക്കിപ്പോ പഴയ ആരോഗ്യസ്ഥിതിയൊന്നും അല്ല. വെറുതെ എന്തിനാ? അങ്ങനെയൊന്നും അല്ല ചേച്ചി, എന്തായാലും ഒന്ന് വാ. ഞാനില്ല, നിനക്ക് വേറൊന്നും പറയാനില്ലല്ലോ. എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അപ്പൊ അച്ഛൻ എന്തോ പാറുവിന് എന്തോ പോലെ ആയിപ്പോയി. പെട്ടെന്ന് വേഗം ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേനും അപ്പൊ ഋതുവിനോട് ചോദിക്കുക, എന്താ ക്ഷണം? രാജലക്ഷ്മി അമ്മയുടെ വക ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ക്ഷണം, അങ്ങോട്ട് എന്റെ പട്ടി പോവും എന്ന് പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവരിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയാണ്. അപ്പം മാഷ് ഇങ്ങനെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശോഭ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട്, മാഷേ ആ മാമ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഭയങ്കര ഒരു തലവേദന, പണിയുണ്ടോ തനിക്ക്? രാവിലെ എണീറ്റപ്പം മുതല് ഒരു തുമ്മലോ ശ്വാസമുട്ടലൊക്കെ ഉണ്ടെന്ന് തോന്നി. ഉണ്ടായിരുന്നു, ശരിയാ എന്ന് പറഞ്ഞു മാറുമെന്ന് കരുതി ഇരുന്നതാ. വയ്യെങ്കിൽ വെച്ചോണ്ടിരിക്കല്ലേ, ഇപ്പോഴത്തെ പനി ഒരു വല്ലാത്ത പനി തന്നെയാ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോണം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പല്ലവി ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത്. കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി രണ്ടുപേർക്കും. ഇതെങ്ങനെയാടി? ഞാൻ ഇന്ന് വെളുപ്പിനെ കൂടി നിന്നെ ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ എന്ന്. എന്ത് പറ്റി ഇന്ന് ഇങ്ങോട്ടേക്ക് പോരാൻ എന്ന് ശോഭ ചോദിക്കാം. അപ്പം ആളുടെ മുഖം വല്ലാണ്ടിരിക്കുക. എന്തു പറ്റി മോളെ, നിന്റെ മുഖത്തൊരു പ്രസന്നതയില്ലല്ലോ. സത്യം പറയണോ കള്ളം പറയണോ എനിക്കറിയില്ല അച്ഛാ, ആകെ സങ്കടത്തിലാ ഞാൻ. അല്ല, വന്നിറങ്ങിയപ്പോ തന്നെ വിഷമിപ്പിക്കണ്ടായി എന്ന് കരുതി ചോദിച്ചതാ. എന്താടി നീ ഇങ്ങനെയൊന്നും സംസാരിക്കാത്താണല്ലോ? നിനക്ക് എന്ത് വിഷമുണ്ടെങ്കിലും അത് നീ അടക്കി പിടിച്ചിരിക്കുന്നതായിരുന്നല്ലോ സ്വഭാവമായിട്ട്. ഞാൻ എന്റെ കാര്യമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ സഹിച്ചേനെ അമ്മേ. പക്ഷേ ഇതിപ്പോ തീ തെറ്റിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറവല്ലവി എന്ന് പറഞ്ഞു. അത് പിന്നെ എന്ന് പറഞ്ഞ് നേരെ ശോഭനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുക. എന്താ മോളെ, എന്താ പറ്റിയത്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ ലക്ഷ്മി അമ്മയും സേതുവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരോടിങ്ങനെ പറയുകയാണ് പല്ലവി. അപ്പൊ ഇത് കേട്ട് ഇവരിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ലക്ഷ്മിയോ ഒരിക്കലും വിശ്വസിക്കാനേ പറ്റുന്നില്ലാത്തൊരവസ്ഥ. അപ്പൊ ഇവരിങ്ങനെ ആകാം, എന്താ പറയാ, വല്ലാത്തത്. അത് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ഇവരിങ്ങനെ പറയാണ് കേട്ടോ. ശേഷം സേതുവിനെ ലക്ഷ്മി പുറത്തു കിടത്തിയതൊക്കെ കാര്യങ്ങള്. എന്നാലും എൻ്റെ മോളെ ലക്ഷ്മിയെ എങ്ങനെ സാധിക്കുന്നു? ഇത് എന്താ സംഭവിച്ചത്? ഇത്രയും വലിയ ശത്രുത സേതുവിനോട് തോന്നാനായിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാലല്ലേ നമുക്കറിയാൻ പറ്റുമോ? മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള മാന്ത്രിക വിദ്യയൊന്നും നമുക്കറിയില്ലല്ലോ അമ്മേ. ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ചെറുപ്പക്കാരനാണ് സേതു. അവൻ എൻ്റെ മകനായി പിറന്നില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന് മാഷ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴാ ലക്ഷ്മി കയ്യിലിരിക്കുന്നത് മാണിക്യമാണ് എന്നറിയാതെ വെറുതെ അകറ്റി നിർത്തുന്നത്. അന്യനാണെങ്കിൽ പോലും നമ്മൾ ആഹാരം കുടിക്കില്ലേ? എന്തിന് മഞ്ഞത്തും മഴയത്തും കിടക്കുന്നത് കണ്ട ഒരു ചായ്പിലെങ്കിലും കയറി കിടക്കാൻ പറയില്ലേ? അത്രയും ഈ ലക്ഷ്മിക്ക് അവനോട് അല്പമെങ്കിലും ദയ തോന്നുന്നില്ല എന്ന് പറഞ്ഞ ഇതെന്തൊരു വിധിയായി പോയി എന്ന് ചോദിച്ചോണ്ട് ഇവര് ഇനിയിപ്പോ വല്ല മെന്റൽ ഷോക്കും ഉണ്ടായതായിരിക്കുമോ? അല്ല, ഭർത്താവും മകളും ഒക്കെ നഷ്ടപ്പെട്ടതല്ലേ, അതിന്റെ ഒരു ഷോക്ക്. അതുകൊണ്ടാണോ സേതുവിനോട് ശത്രുത? അതല്ല, അങ്ങനെയാണെങ്കിൽ സേതുവിനോട് മാത്രമായിട്ട് ശത്രുത കാണിക്കുവോ? എന്നോടോ മറ്റാരോടോ കാണിക്കുന്നില്ലല്ലോ. അതും ശരിയാ മോളെ. സേതു ഇതെങ്ങനെയാ സഹിക്കുന്നത്? എനിക്കറിയില്ല എൻ്റെ അമ്മേ. സത്യം പറഞ്ഞാല് സേതുവേട്ടന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, സങ്കടം വരിക. അതൊന്നാമത്തെ കാര്യം, അതൊരു പാവാ. ഇത്തിരി സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതായിരുന്നു പ്രകൃതം.
കുട്ടിക്കാലം മുതൽ അതൊന്നും കിട്ടി ശീലമില്ലാത്തത് കൊണ്ട് സ്നേഹത്തിനും ബന്ധത്തിനും ഒക്കെ വലിയ വിലയാ മനസ്സില്. ആ മനുഷ്യനോട് ആ പെറ്റമ്മ ഇങ്ങനെ പെരുമാറുന്നത് ഓർത്താ എനിക്ക് സഹിക്കാൻ പോലും പറ്റണില്ല. നിന്റെ ഭർത്താവിനെ ഇങ്ങനെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടും നീ ലക്ഷ്മിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തിനാ ചെയ്യണത്? ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാ അച്ഛൻ ചോദിച്ചത്. ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യില്. ലക്ഷ്മിയമ്മ ജീവനോടെ ഇരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക്. എത്ര വഴക്കിട്ടാലും സേതുവേട്ടന്റെ പെറ്റമ്മ തന്നെയല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ? അത് സഹിക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കാം. ഇതിപ്പോ നാളെ അമ്മ തെറ്റ് തിരുത്തി വരും എന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവല്ലോ. അത് നിന്റെ നല്ല മനസ്സ് തന്നെയാ. പക്ഷെ മോളെ, എനിക്ക് ഉറപ്പാ എന്തെങ്കിലും തെറ്റിദ്ധാരണ മനസ്സിൽ ലക്ഷ്മിയുടെ കയറിക്കൂടി കാണുമായിരിക്കാം. അത് മാറുമ്പോ ചെയ്ത തെറ്റുകളെ ഓർത്ത് അവർ ചങ്കു പൊട്ടി കരയുകയും ചെയ്യും മോളെ. അതോർത്ത് വിഷമിക്കാതെ. അത് പിന്നെ എനിക്ക് സുഖമില്ലായ്മയായിരുന്നു, ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല, അമ്മ ഇത്തിരി ചോറുണ്ടാക്കാട്ടോ എന്ന് ശോഭ. വേണ്ടമ്മേ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് പൊന്നുമടം വരെ ഒന്ന് പോണം, അവിടെ ചെന്ന് ഇത്തിരി കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മോളുടെ ഈ ഓട്ടം കണ്ട് ഇവരാകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ്. അപ്പൊ ഇതേ കുറുപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതാപനും ലക്ഷ്മിയും കൂടി പൂർണിമയും കൂടി ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒരു സമാധാനം ഇല്ല കുറുപ്പേട്ടാ. സത്യം പറഞ്ഞാല് ലക്ഷ്മി ഇതുവരെ കണ്ട ആളെ അല്ലെന്ന് എനിക്ക് തോന്നിപ്പോവാ. സേതുവിനോടായിരുന്നു ഇത്രയും നാൾ ശത്രുത മുഴുവൻ. അതാ എനിക്ക് പിടികിട്ടാത്തത്. അവരുടെ മകനല്ലേ സേതു. പക്ഷേ മകനോട് അമ്മ ശത്രുത കാണിക്കാന്നൊക്കെ വെച്ചാ അതത്ര സാധാരണ ഒരു കാര്യമൊന്നും അല്ലല്ലോ. എന്തെന്താ സംഭവം എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് ആ സ്ത്രീയുടെ സമനില തെറ്റിയിട്ടുണ്ടാവുന്ന എന്ന് പ്രതാപം പറഞ്ഞു. ആദ്യം ഞാനും അങ്ങനെ കരുതി. പക്ഷെ സമനില തെറ്റിയ ആള് എല്ലാവരും ഉപദ്രവിക്കണ്ടേ? ഒരാൾക്ക് നേരെ മാത്രം ആക്രമണം നടത്തുവോ? അത് പിന്നെ സമനില തെറ്റിയ ഗംഗ നകുലിനെ മാത്രമല്ലേ നോക്കിയത്? സിനിമയില് ചേച്ചി, സിനിമയില് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് തടി വെച്ച് കൊടുക്കാൻ തോന്നി കേട്ടോ. ഇതിപ്പോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമായിരിക്കുമോ? അപ്പൊ ഇവരിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ പല്ലവി നേരെ പൊന്നുമടത്തിലേക്ക് കയറി വരുന്നത്. പൈസയൊക്കെ കൊടുത്തു. അതിനുശേഷം അകത്തേക്ക് കയറി വരിക. മോളായിരുന്നോ? കുറുപ്പങ്ങളെ പോന്നു. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അതെങ്ങനെയാ? പൂർണിമ എനിക്കൊന്ന് സ്വൈര്യം തരണ്ടേ എന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മിയും സേതുവും തമ്മിൽ എന്തോ പ്രശ്നമാണത്രേ. അത് പറഞ്ഞാ എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സേതു എന്തിയാ മോളെ എന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മയുടെ അടുത്തുണ്ട്. അപ്പോ അവര് തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിക്കാണും അല്ലേ എന്ന് ചോദിച്ചു. ഇല്ലമ്മേ എന്ന് പറഞ്ഞു. അവര് തമ്മിലുള്ള ഒരു പിണക്കവും മാറിയിട്ടില്ല. എന്ത് ചെയ്യാനാ? അതെന്താ മാറാത്തത്? സംസാരിച്ചാ തീരാത്ത വിഷയങ്ങളുണ്ടോ? പക്ഷെ സംസാരിക്കുന്നില്ലല്ലോ. എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നിടത്തുനിന്ന് ലക്ഷ്മി അമ്മ പിന്തിരിഞ്ഞു നിൽക്കുക. പിന്നെ എങ്ങനെ മനസ്സിലാവാനാ? അതെങ്ങനെ പരിഹരിക്കാനാ? ദിവസം ചെല്ലും തോറും ദേഷ്യം കൂടി വരിക. ഓരോ ദിവസവും എന്തൊക്കെയാ പ്രവർത്തിക്കാന്ന് ആർക്കറിയാം? അപ്പൊ ഞാൻ ചെല്ലട്ടെ, കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് കൊണ്ടുപോകാനുണ്ട് എന്ന് പറഞ്ഞ് പല്ലവി നേരെ റൂമിലേക്ക് പോയി. അപ്പൊ കുറുപ്പും പൂർണിമയും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. നമ്മളിനി എന്ത് ചെയ്യും കുറുപ്പേട്ടാ? അതെന്താണെന്ന് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല പൂർണിമയെ. പക്ഷേ ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. തൽക്കാലം ലക്ഷ്മിയെ പിണക്കുന്നത് ഒരു കാരണവശാലും നല്ലതല്ല. അതെന്താന്ന് വെച്ചാ അത് സേതുവിനു മാത്രമല്ല, അത് ഈ പൊന്നും മടക്കാർക്കും അത് നല്ലതിനല്ല എന്ന് വേഗം തന്നെ കുറുപ്പിങ്ങനെ പറഞ്ഞു. അപ്പൊ ലക്ഷ്മിക്കും നമ്മുടെ പൂർണിമയ്ക്കും നല്ല ടെൻഷനുണ്ട്. ലക്ഷ്മി എന്ത് ചെയ്യും എന്നോർത്ത്. അപ്പൊ ഇതേണ്ട ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അച്ചു അങ്ങോട്ടേക്ക് ഓടി വരിക. പല്ലവി ചേച്ചി വന്നോ? എന്താ അച്ചു, എന്ത് പറ്റി? നീ എന്താ കാര്യം പറ. സത്യം പറഞ്ഞ ചേച്ചിയെ കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. ഇത്രയും നേരം ഞാൻ ശ്വാസം മുട്ടി നിൽക്കായിരുന്നു. അതിനിപ്പം ഇത്രയും മാത്രം എന്താ ഉണ്ടായത് എന്ന് ചോദിക്കാണ്. നീ കാര്യം പറയണ്ട അച്ചു. എനിക്കറിയാം അവിടെ സേതുവേട്ടന്റെയും അമ്മയുടെയും പ്രശ്നങ്ങൾക്ക് നടുവിൽ ശ്വാസം മുട്ടുമായിരിക്കും ചേച്ചി എന്നെനിക്കറിയാം. കാര്യം പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. കേൾക്കാനായിട്ട് ചേച്ചിക്ക് ഭയങ്കര സങ്കടമായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് എൻ്റെ സങ്കടം പറയാൻ വേറെ ആരുമില്ല ചേച്ചി അല്ലാതെ. അതുകൊണ്ടാ വേറെ വിഷമിപ്പിക്കുമെന്ന് വിചാരിക്കില്ലേ ചേച്ചി. എന്താ അമ്മ ഇവിടെ ഇല്ലേ മോളെ എന്ന് ചോദിച്ചു. അതിന് അമ്മയ്ക്ക് എന്തറിയണം? അമ്മയ്ക്ക് എന്ത് ചെയ്യണം? അറിയാനും ഇടപെടാനും എന്തിനാ അമ്മയ്ക്ക് താല്പര്യമുള്ളത്? ഒന്നിനുമില്ല. അതിന് ആകെ ഉള്ളത് ഋതുവിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ
അപ്പോഴേ പറയും നീ ഇടപെടണ്ട എന്ന്. പിന്നെ അല്ലെങ്കിൽ ആ ചെകുത്താന്റെ കൂടെ അവളെ പറഞ്ഞയച്ചേക്കാൻ പറയും. ഞാൻ എന്താ ചെയ്യുക, രണ്ടിനും കഴിയില്ലല്ലോ. അതാണ്ട് ഞാൻ പരമാവധി ഇപ്പോ അയാൾക്കെതിരെ പൊരുതി നോക്കി, ഇപ്പോഴും ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. നമ്മൾ ആരും കരുതുന്നത് പോലെയൊന്നും അല്ല ചേച്ചി അയാള്. എനിക്കത് മനസ്സിലായി. ഏതു നേരം വേണമെങ്കിലും അയാള് കിതച്ചു പുറത്തു ചാടാനായിട്ട് ഇരിക്കുന്ന ഒരു മൃഗമുണ്ട് അയാളുടെ ഉള്ളില്. എനിക്കറിയാം. അവന്റെ കൂടെ ഭാര്യയായി നിന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് അവന്റെ ആ ചെകുത്താനെ. ഞാൻ കണ്ടു ചേച്ചി. ആ രാത്രി അയാള് പ്രേതം കയറിയതുപോലെ നടക്കായിരുന്നു. സകല മനുഷ്യരോടും പക. എന്തിന്? സേതുവേട്ടനാ നമ്പർ 1 ശത്രു ആയിരിക്കുന്നത്. സേതുവേട്ടി തകർക്കാൻ വേണ്ടിയിട്ട് അയാള് ഋതുവും കുഞ്ഞും മരിച്ചാൽ പോലും അയാൾക്ക് സന്തോഷമുള്ളൂ എന്ന് അയാൾ പറഞ്ഞു. ആരോട് പറഞ്ഞു? നിന്നോട് പറഞ്ഞോ? പക്ഷെ എന്നോടല്ല, തനിയെ നടന്നു പറയായിരുന്നു. അതിനുശേഷം അച്ഛന്റെ ഫോട്ടോയിൽ നോക്കി മരിച്ചവരോട് സംസാരിക്കുന്ന ചെകുത്താനെ പോലെ അയാൾ ഉറക്കമില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എല്ലാം അതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് സംസാരിച്ച കാര്യങ്ങളൊക്കെ അപ്പൊ ഇതെല്ലാം പല്ലവിയോട് ഇങ്ങനെ പറയാണ്. പല്ലവി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല രണ്ടാൾക്കും. ഒരു കാര്യം എനിക്ക് തീർച്ചയായി ചേച്ചി, ഋതുവിന്റെ ജീവിതം അത് തീർന്നു. ഇനി അവളുടെ മുന്നിൽ ഒരു ജീവിതം ഇല്ല. അവന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിലും നല്ലത് അവള് മരിക്കുന്നത് തന്നെയാണ്. അതെ, അങ്ങനെ വിചാരിച്ച് കൈയൊഴിഞ്ഞ് കളയല്ലേ അച്ചു. ഒരു പെണ്ണും അനുഭവിക്കാത്ത ജീവിത അനുഭവങ്ങളിലൂടെയാ അവളിപ്പോ അവളുടെ ജീവിതത്തെ ഇപ്പോ വലിച്ചഴിച്ചുകൊണ്ട് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് വായിട്ട് അലയ്ക്കാം, അല്ലെങ്കിൽ ഒച്ച വയ്ക്കാം എന്നല്ലാതെ വേറെന്ത് ചെയ്യാനാ? അതെങ്കിലും നീ ചെയ്യണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവളുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമ്മളും കൂടെ നിന്നാൽ അവള് പിടിച്ചു നിൽക്കും. അല്ലെങ്കിലോ തൽക്കാലം അത്രമാത്രം കരുതിച്ചാ മതി എന്ന് പറഞ്ഞു. അതെ, ഞാൻ പറയുന്നത് മനസ്സിലാകുക. ഋതു എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഋതു റൂമിലുണ്ട്. ഇവർ രണ്ടുപേരുടെ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഋതുവിന് തലവേദന കൊണ്ട് തല ഇങ്ങനെ പൊത്തി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഋതു. ഈ സമയത്ത് ഇന്ദ്രൻ ഒരു ഡ്രസ്സുമായിട്ട് വന്ന് ഇവളുടെ നേരേക്ക് ഇങ്ങനെ പൊലിച്ചെറിയാണ് ഋതുവിന്റെ നേരെ. ഇതെന്ത് മര്യാദകേട് അജിത്തെ കാണിക്കുന്നത്? ആരടി മര്യാദകേട് കാണിക്കുന്നത്? നീയല്ലേ എന്ന് ചോദിച്ചു. ഞാനൊരു 10,000 തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് എന്റെ ഡ്രസ്സ് കൃത്യമായി അയൺ ചെയ്ത് വെക്കണം എന്ന്. എടി, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കിയെന്ന് കണ്ടും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാടി കല്യാണം കഴിക്കുന്നത്? അങ്ങോട്ട് ചെയ്ത് കിട്ടാത്തതിന് മാത്രം കൃത്യമായി ഓഡിറ്റിങ് നടത്തുന്നുണ്ടല്ലോ. ഭാര്യ എന്ന നിലയിൽ ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടണം. അതറിയോ മിസ്റ്റർ പെർഫെക്റ്റ് ഹസ്ബൻഡിന് എന്ന് ചോദിച്ചു. അപ്പം അതെ, മണിക്കൂർ എത്രയായെന്നറിയോ? ഞാനിവിടെ തല വെട്ടിക്കേറുന്ന പോലത്തെ തലവേദനയായിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. മാസം എത്രയായി ഇവിടെ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്? നിന്നെ പോലെയുള്ള സകല അവളുമാരുടെ അഭ്യാസം ഇത്. അവരൊരു ഗർഭം ഉണ്ടായാൽ പിന്നെ കട്ടിലിൽ കയറി കാലം നീട്ടി വെച്ചിങ്ങനെ ഇരിക്കും. അത് തന്നെ. അപ്പൊ ഇതും കേട്ടോണ്ടാണ് പല്ലവിയും അച്ചുവും നേരെ ഋതുവിന്റെ റൂമിലെ ഫ്രണ്ടിലേക്ക് വരുന്നത്. അവരിങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. എന്നോട് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ബെസ്റ്റ്. എങ്കിൽ പിന്നെ തീർന്നു. എടി, നേരെ ചൊവ്വയെ വല്ല ജോലിയും ചെയ്ത് നടന്ന പ്രസവം എടുക്കുമ്പോ സുഖമായി പ്രസവിക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടി ചില ഡോക്ടർമാര് പറയും വെറുതെ ഇരുന്നോ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ. അപ്പൊ ഇത് കേട്ട അച്ഛനും പല്ലവിക്കും ദേഷ്യം സഹിക്കാൻ വരണില്ല. പിന്നെ വയറ്റി കത്തി വെച്ച ആർക്കാ ലാഭം? ജിത്തിനങ്ങനെ പല വ്യാഖ്യാനവും പറയാൻ കാണും. പക്ഷെ എനിക്ക് മാത്രമല്ലേ അറിയൂ എന്റെ അവസ്ഥ എന്താന്ന്. നീ കൂടുതൽ പ്രസംഗിക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് ഈ ഷർട്ടും പാന്റും മര്യാദയ്ക്ക് പോയി അയൺ ചെയ്തോണ്ട് വാ എന്ന് പറഞ്ഞു ഋതുവിനോട്. അപ്പൊ ഋതു നോക്കിയിട്ട്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. പറ. അതെ, സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു തീരുമാനം. കൈക്ക് സ്വാധീനക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എന്റെ കാര്യങ്ങളെല്ലാം ഞാനാ നോക്കുന്നത്. അതുപോലെ സ്വന്തം കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. വേണമെങ്കിൽ പോയി അയൺ ചെയ്യാം. ഒരു രാജകുമാരൻ വന്നിരിക്കുന്നു. വെറുതെ പരിഹസിക്കല്ലേടി. ഇന്ദ്രപ്രസ്ഥത്തിലെ രാജകുമാരൻ തന്നെയായിരുന്നു ഇന്ദ്രജിത്ത്. അതെ അതെ അതെ, അതുകൊണ്ടായിരിക്കുമല്ലോ പെറ്റതള്ള സേതുവിനെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞ് ചെവിക്കല്ലിന് ഒരെണ്ണം തന്ന് ഇറക്കി വിട്ടത്. എന്താ, ശരിയല്ലേ?
അപ്പൊ ഇത് പല്ലവി ആകെ ഷോക്കായി പോയി. ഇവർക്ക് ഭയങ്കര സന്തോഷവും. രാജപദവി തന്നെ അവര് റദ്ദ് ചെയ്ത് കളഞ്ഞില്ലേ ആ കയ്യിലിരിപ്പ് കൊണ്ട്. എന്താ ശരിയല്ലേ? പിന്നെ എന്നിട്ടും മനസ്സിലാവാതെ ഇവിടെ വന്ന് ഇല്ലാത്ത കിരീടവും വെച്ച് സാമന്ത രാജാവ് കളിക്കൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ഞാൻ അംഗീകരിച്ച് തരില്ല. നീ കാരണമാടി നാശം പിടിച്ചോളെ. എന്റെ അമ്മ പോലും എന്നെ തള്ളിപ്പറഞ്ഞത്. എന്നിട്ട് നീ കിടന്ന് ചിലയ്ക്കുന്നോടി. അപ്പോഴേക്കും ഇവൻ ഋതുവിന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു കേട്ടോ. എന്നെ വിട എന്ന് പറഞ്ഞു ഋതു. ഈ സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവന്റെ കൈക്ക് കയറി അങ്ങോട്ട് പിടിച്ചു. എന്ത് പണിയാണോ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചോണ്ട്. അപ്പൊ പല്ലവി കൈ പിടിച്ചപ്പോ ഇവൻ ആകെ ആസ്വദിച്ച് നിൽക്കാണ്. അപ്പം നോക്കി പല്ലവിക്ക് അത്ര കലിപ്പിലാ പിടിച്ചത്. പക്ഷെ ഇവൻ ആസ്വദിച്ച് നിൽക്കുക ചെയ്തത്. എന്ത് തോന്നിവാസാടാ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. കഷ്ടം തന്നെയാ നിന്റെ കാര്യം. ദേ പെണ്ണിനോടാണോടാ നിനക്കൊരു നാണവുമില്ലേ ഈ പെണ്ണിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട്, അതും ഈ അവസ്ഥയില്? ഛേ, നാണം കെട്ടവൻ. സത്യം പറഞ്ഞ നിന്റെ ചെകിട അടിച്ച് പൊട്ടിക്കാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ആണോ? അടിച്ചോ, ദേ ഇവിടെ തന്നെ അടിച്ചോ. ആ കൈ കൊണ്ട് എന്റെ ചകിട്ടത്തൊന്ന് അടിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവിയുടെ കൈ പിടിച്ചവൻ ആസ്വദിക്കാന്ന് പല്ലവിക്ക് അപ്പോഴാ മനസ്സിലായത്. തല്ലുന്നില്ലേ, തല്ലിക്കോ. അപ്പൊ പല്ലവിയുടെ ഈ കയ്യല് ഇവിടെ കയ്യൽ ഇങ്ങനെ പിടിച്ചിരുന്നു. ആ കയ്യലൂടെ ഇവൻ അവന്റെ കൈ കൊണ്ട് തന്നെ മുറുക്കി ഇങ്ങനെ പിടിക്കുക കേട്ടോ. അപ്പൊ പല്ലവിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. അപ്പൊ ആ കൈ ഇങ്ങനെ വിടിയിപ്പിക്കുകയാണ്. എന്നെ തല്ലുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് ഇവൻ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ ഋതുവിന് കാര്യം മനസ്സിലായി. അപ്പൊ ഋതു വേഗം തന്നെ അച്ചു പറയാ, അവന് തന്നെ അവന്റെ നിയന്ത്രണം കിട്ടുന്നില്ല ചേച്ചി, അത് തന്നെയാ കഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി വേഗം വെപ്രാളം പിടിക്കുക. ഋതു, അവനെ കുറിച്ചല്ല, നീ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് വേണം നീ ചിന്തിക്കാൻ. നീ അത് മാത്രം ആലോചിച്ചാ മതി. അതെ, നീ അതൊന്നും മനസ്സിലാക്കരുതോ എന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് നിന്റെ ഭാഗ്യമായിരിക്കും, നിനക്ക് രക്ഷയായിരിക്കും. അല്ല എന്ന് പറഞ്ഞു ഋതു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറന്നുപോലെ. അപ്പൊ പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.